ശരണ്യ പറയാണേ ഇതാണ്ട് ഈ ഡ്രസ്സ് ഒന്ന് കാണിച്ചേക്കണേന്ന്. അപ്പോൾ കാണിക്കാതെ ഇടാൻ പറ്റത്തില്ല. അത് നോക്കിയണ്ട ഈ ഡ്രസ്സ് കൊള്ളാവോ ശരണ്യയുടെ? ഇത് നമ്മുടെ ഇന്നടുത്തുനിന്ന് പെരുന്നാളിൽ ഒരുങ്ങിയൊക്കെ സുന്ദരിയായിട്ട് വന്നതാട്ടോ. അപ്പോൾ പോയിക്കോ. അപ്പോൾ നമ്മളിത് പറയാനല്ല വന്നത്, ഇന്ന് നമ്മളുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് കണ്ടോ, നല്ല രസമായിട്ടുള്ളൊരു പാർട്ടി വെയർ ഐറ്റമാണ്. പ്രൈസ് 1680 ഉള്ളൂ. അതാണ് എൻ്റെ മെയിൻ പ്രത്യേകത. 1680 1680 സൂപ്പർ അല്ല ഈ ഒരു ജോർജറ്റിൽ വരുന്ന ഈ ഒരു ഐറ്റം. പ്രത്യേകിച്ച് ഈ നെക്ക് കണ്ടോ, ഒരു വെറൈറ്റി രീതി ചെയ്തിരിക്കുന്ന നല്ലൊരു ഹാൻഡ് വർക്കിൻ്റെ നെക്ക്. അതുപോലെ ദുപ്പട്ടയ്ക്കകത്ത് ചെയ്തിരിക്കുന്ന നല്ല രീതിയിലുള്ള ഒരു ലേസ് പാച്ച്. ഇതാ സൂപ്പറാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 1680 മാത്രമേ ഉള്ളൂ. സൂപ്പറായിട്ടുള്ള ഈ ഒരു ഐറ്റം മടിച്ച് നിൽക്കാതെ കയറി പർച്ചേസ് ചെയ്തോ. അടുത്തടുത്ത കളർ കാണാം. ഫസ്റ്റ് കളർ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കളർ എന്താ പറയാമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. സത്യത്തിൽ എന്താ ചേച്ചി ഇത് വയലറ്റ് കൂടി വരുന്നൊരു കളർ, എന്തോ ഒരു വെറൈറ്റി കളർ അല്ലേ. നല്ല കളർ കേട്ടോ. എല്ലാ കളേഴ്സും കൺഫ്യൂഷൻ അടിച്ച് ഞാൻ എനിക്ക് ഏതിടണമെന്ന്. ഇപ്പം ഡോളിച്ചിച്ചി പറഞ്ഞു ഈ കളർ ഇട്ടോളാന്ന് പറഞ്ഞിട്ട് എനിക്ക് എടുത്തു തന്നതാണ്. ബാക്കി കളേഴ്സ് എല്ലാം സൂപ്പറാണ്. ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു തരാം. ഭംഗിയുള്ള കളർ. ഇത് ബ്ലാക്ക് ആട്ടോ. ബ്ലാക്ക് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ, നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ബ്ലാക്ക്. ഞാനിതൊന്നും ഇട്ട് കാണിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇനി സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ വീഡിയോ എടുക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. പിന്നെ ഓരോരോ കാര്യങ്ങളുണ്ട്, അതൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഞാനിതൊന്നും ഇട്ട് കാണിക്കാത്തത്. അപ്പോൾ ഇതാണ് വേണ്ടെങ്കിൽ ഇതിനൊക്കെ ചൂസ് ചെയ്യാം. അടുത്ത കളർ കാണും. അടുത്ത് വരുമ്പോൾ നമ്മുടെ ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, അതല്ല ബോട്ടിൽ ഗ്രീനും പിന്നെ നമ്മുടെ ഒലീവ് ഗ്രീനും കൂടെ ചേർന്ന് വരുന്ന കളർ കണ്ടോ. സൈഡിൽ ദുപ്പട്ട ഇടുന്നവർക്കും സൂപ്പറായിരിക്കും, തലയിൽ കൂടെ ഇടുന്നവർക്കും സൂപ്പറാണ്. അടുത്ത കളർ കാണാം. ഈ ഒരു കളർ കണ്ടോ, ഇതിന് രസമല്ലേ. സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഏലൈൻ കട്ടെന്ന് പറയുന്നത് സാധാരണ നമ്മൾ ചെറിയ ഏലൈൻ കട്ടിൻ്റെയൊക്കെ നമുക്ക് കിട്ടും, പക്ഷേ നല്ല രസമായിട്ടുള്ള വീതി നീളം ഒക്കെ കൊടുത്ത് നല്ല നമ്മുടെ യൂണിറ്റിൽ സിംഗിൾ പീസ് കട്ട് ചെയ്യത്തില്ലേ, അതേ രീതി കട്ട് ചെയ്യുന്ന ഐറ്റം കേട്ടോ. സ്റ്റൈലായിട്ടുള്ള ഏലൈൻ കട്ടിങ് ആണ്. നമ്മളൊരു ഒരു ബ്യൂട്ടിക്ക് കൊടുത്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് എങ്ങനെയാണ് ഒരു ഐറ്റം എടുക്കുന്ന അതേ ഫീലോടുകൂടി നിങ്ങൾക്ക് ഇത് ഇടാൻ പറ്റും. അത്രയും രസമായിട്ടുള്ള ഒരു ഐറ്റം. ഞാൻ അതാണ് കോൺഫിഡൻസോടുകൂടി പറയുന്നത്. ധൈര്യത്തോടെ പർച്ചേസ് ചെയ്ത് അടുത്ത കളറാണ്. അടുത്ത നല്ലൊരു ചില്ലി റെഡ് കേട്ടോ. സ്റ്റൈലായിട്ടുള്ള ചില്ലി റെഡ് എന്നാണോ, നല്ല കളർ എന്തുവായാലും സൂപ്പർ കളർ. ഈ ദുപ്പട്ട നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ബ്ലാക്ക് പ്ലെയിൻ ടോപ്പിനോടൊക്കെ നിങ്ങൾക്ക് വേറെ ബ്ലാക്കോ ബോട്ടിൽ ഗ്രീനോ യെല്ലോയോ അതൊക്കെയുള്ള പ്ലെയിൻ ടോപ്പ് ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ ഈ ദുപ്പട്ട നിങ്ങൾക്ക് കോംബോ ചെയ്ത് നിങ്ങൾക്ക് വെയർ ചെയ്യാം. ഭയങ്കര രസമായിരിക്കും. അപ്പോൾ വാഷിങ് പോസിബിൾ ആണ്, പക്ഷേ ഈ ഹാൻഡ് വർക്ക് ഒന്ന് കെയർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്കിൽ വരുന്ന ഈ ഒരു ഡിസൈനാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ്. കണ്ടോ, നല്ല രസമാണ്. കഴുത്ത് കയറിയൊക്കെ ചെയ്യുന്ന നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. അതുപോലത്തെ നല്ല നെക്ക്, അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഐറ്റം മിസ്സാക്കാൻ നിൽക്കല്ലേ. 1680 സൂപ്പറാണ്. സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുമ്പോൾ എല്ലാം ഫോക്സ് ജോർജറ്റാണ് മെറ്റീരിയൽ കേട്ടോ. പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ഫോക്സ് ജോർജറ്റാണ് മെറ്റീരിയൽ. അപ്പം 4XL 444 ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണും. ഇനി സ്മാളും ലാർജും ഒന്നും കിട്ടാത്തവർ എക്സൽ എടുത്തിട്ട് ശകലം ഒന്ന് ഷേപ്പ് ചെയ്ത് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുമ്പോൾ ബൈ.